ഹലോ, എല്ലാവർക്കും ഹരിനന്ദൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചേന നടീലിൻ്റെ വീഡിയോ ആയിട്ടാണ്. വലിയൊരു ചേനയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 4ആയിട്ടാണ് മുറിക്കുന്നത്. പിന്നെ നടാൻ പാകമായിട്ടുള്ള ചേന വാങ്ങുന്നതിന് ഞങ്ങൾ കൊണ്ടോട്ടി മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ നല്ലൊരു ചേനയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മളത് പകുതിയായിട്ട് മുറിച്ചെടുക്കുകയാണ്. അതിന് ശേഷം അത് വീണ്ടും പകുതിയാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വക്കൊക്കെ നല്ലോണം ചെത്തി നല്ല ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ കുംഭമാസത്തിലാണ് കേട്ടോ ചേന നടുന്നത്. മീനമാസത്തിലും ഒക്കെ നടുന്നുണ്ട്. നമ്മൾ കുംഭമാസത്തിലാണ് കേട്ടോ നടുന്നത്. കുംഭമാസത്തിലാണ് ചേന നടുക എന്നാണ് കേട്ടോ പണ്ട് പറയുന്നത്. അപ്പോൾ ഓണാകുമ്പോഴത്തേനും നമുക്ക് ചേന വിളവെടുക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ മുറിച്ചതിന് ശേഷം ചാണകത്തിൽ മുക്കി ചെറിയ വെയിലത്തൊക്കെ ഉണക്കിങ്ങാണ്ട് എടുത്തു വെച്ചിട്ട് പിന്നെ നടുന്നവരും ഉണ്ട് കേട്ടോ. നമ്മളത് ഇപ്പം തന്നെ നടുന്നതിനെ കൊണ്ട് ചാണകവെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിന് പകരം വെണ്ണീരിലാണ് കേട്ടോ ഇത് ഒന്നായിട്ട് പൊതിയുന്നത്. വെണ്ണീര് എടുത്തിട്ട് അത് ഇതിന് മേലെ ഒന്നായിട്ട് പൊതിയാണേ. ഇത് ഞങ്ങൾ നടുന്നൊരു രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. വേറെ പല രീതിയിലും പല കൃഷിക്കാരും നടുന്നുണ്ട് കേട്ടോ. നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നട്ടുന്നുള്ളേ. വെണ്ണീരിൽ നല്ലോണം പൊതിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചാക്കിലാണ് കേട്ടോ ചേന നടാൻ പോകുന്നത്. അതിനായിട്ട് നല്ല വലിയൊരു ചാക്ക് എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് അകമ്പുറം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല റൗണ്ടിലായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചേന നല്ല വിസ്താരത്തിൽ നടാൻ കഴിയുമേ. ഇതിൽ നമ്മൾ മണ്ണ് തീരെ കുറവാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കരിയിലകളാണ്. ഇങ്ങനെ ചാക്കിൽ നടുന്നതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചേനയ്ക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ ഇതിന്ന് വേഗം കിട്ടും. അതിനെക്കൊണ്ട് കിഴങ്ങ് നല്ല വലുപ്പത്തിലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കരിയിലകൾ നല്ലോണം നിറച്ചിട്ട് അതിന് ശേഷം ചാണകപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ വെണ്ണീര് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ കരിയില തന്നെയാണ് കേട്ടോ ഒരുപാട് ഇതിൽ ചേർത്തത്. നമ്മളെ ബാക്കിൽ കാണുന്ന ചാണകപ്പൊടി നമ്മൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ചാണകപ്പൊടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. നമ്മളെടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ അങ്ങനെ എല്ലുപൊടിയാണ് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ എടുക്കുന്നത്. എല്ലുപൊടിയാണേ. അത് നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക്. ഇതിൽ നമ്മൾ ഉപയോഗിച്ച കരിയില ബദത്തിൻ്റെ ഇലയാണ് കേട്ടോ. അത് നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിങ്ങനെ 4 ചാക്കിൽ നിറച്ചിട്ടാണ് കുഴിച്ചിടുന്നത്. എല്ലാത്തിൻ്റെയും വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ഒരു ചാക്കിൽ നിറയ്ക്കുന്നത് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ചേന നടുഭാഗത്തായിട്ട് വയ്ക്കുകയാണേ. പിന്നെ അതിൻ്റെ ചുറ്റൂറും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാണകപ്പൊടി ഇടുന്നുണ്ട്. ചാണകപ്പൊടീൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും ചേർത്തിട്ട് പിന്നെ മണ്ണ് ആണ് ചുറ്റോട് ഇടുന്നത്. ഇതിൽ നമ്മൾ ചേർക്കുന്ന മണ്ണ് ചരലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നല്ല പൊടിമണ്ണാണ് കേട്ടോ ചേർക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം വേരോട്ടമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണേ. ഇത് കുറച്ച് കഴിയുമ്പോൾ കരിയിലൊക്കെ താഴ്ന്നു പോകുമ്പം പിന്നെ നമുക്ക് കരിയിലയും മണ്ണുമൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈ കുറച്ച് പൊന്തി വരുമ്പോൾ പിന്നെ ഇതൊക്കെ നട്ടതിന് ശേഷം ചാക്കിൻ്റെ മേലെ കരിയിലിട്ട് മൂടി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുള വരുന്നത് വരെ കുറച്ചൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു മത്തൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിന് വേണ്ടിയിട്ട് കൊത്തുകയാണ് രഞ്ജിത്തേട്ടൻ. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ കരിയിലയും ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ മണ്ണ് കുറച്ച് ഉറപ്പുള്ള മണ്ണായതിനെ കൊണ്ട് കരിയില ചേർത്തിട്ടില്ലെങ്കിൽ വേരോട്ടം കുറയും. അതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ കരിയില എല്ലാത്തിലും ചേർക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാത്തിലും ചാണകപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേന നട്ടതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കണം കേട്ടോ. കൂടെ മത്തൻ്റെ തൈക്കും കൊടുക്കണേ. ഇപ്പോൾ ഇതാക്കണം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേനയൊക്കെ വലിപ്പം വെച്ച് മുകളിലേക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് കാലം പിടിച്ചിട്ടോ ഇതിങ്ങനെ വലുതായി വരാൻ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇത്രയും വൈകിയത്. അപ്പോൾ ഇതാക്കണം ഏകദേശം ഉയരത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തൈകളായിട്ട് മുളച്ച് വന്നിട്ടുള്ളതിൻ്റെ ഒന്ന് മാത്രം നിർത്തിയാൽ മതി കേട്ടോ. പിന്നെ ചേനേൻ്റെ ഇല നമുക്ക് ഉപ്പേരിക്കൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ തളിരിലൊക്കെ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.
പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.